വർഷങ്ങൾക്ക് ശേഷം മാധവൻ തന്റെ ജന്മനാടായ കൊയിലാണ്ടിയിൽ തിരിച്ചെത്തിയത് മീനമാസത്തിലെ ഒരു പ്രഭാതത്തിലായിരുന്നു. ട്രെയിൻ സ്റ്റേഷൻ വിട്ടിറങ്ങിയപ്പോൾ തന്നെ വായുവിൽ ഉത്സവത്തിന്റെ ഗന്ധം പടർന്നിരുന്നു. പഴുത്ത മാങ്ങയുടെയും കത്തുന്ന കർപ്പൂരത്തിന്റെയും ആ സുഗന്ധം അവനെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിലെ കാളിയാട്ട മഹോത്സവം തുടങ്ങാൻ ഇനി അധികം നേരമില്ല. പന്തലുകളുടെ പണിയും വർണ്ണവിളക്കുകളുടെ അലങ്കാരവും നഗരത്തെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. ഓരോ കൊയിലാണ്ടിക്കാരന്റെയും ഹൃദയമിടിപ്പ് ഈ 8 ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ ചെണ്ടമേളത്തിനൊപ്പമായിരിക്കും. മാധവൻ നേരെ പോയത് ക്ഷേത്രക്കുളത്തിന്റെ പടവുകളിലേക്കാണ്. തെളിനീരിൽ പ്രതിഫലിക്കുന്ന ക്ഷേത്രഗോപുരം ഒരു ചിത്രം പോലെ തോന്നിപ്പിച്ചു. ഭഗവതിയുടെ അനുഗ്രഹം തേടി ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തർ ഒഴുകിയെത്തുന്നു. വൈശ്യസമുദായക്കാർ കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന നന്ദകം വാളിന്റെ ഐതിഹ്യം അവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഇന്ന് കൊടിയേറ്റമാണ്. ക്ഷേത്രതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ സ്വർണ്ണക്കൊടിമരത്തിൽ ഉത്സവക്കൊടി ഉയരുമ്പോൾ അന്തരീക്ഷം ദേവീശരണം വിളികളാൽ മുഖരിതമായി. ആ നിമിഷം മുതൽ 8 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. മാധവൻ കൈകൂപ്പി ആ പുണ്യനിമിഷത്തിന് സാക്ഷിയായി. ക്ഷേത്രമുറ്റത്ത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ തെയ്യക്കോലങ്ങൾ ആടിത്തിമിർക്കുന്നു. വാദ്യഘോഷങ്ങളുടെ താളം മുറുകുമ്പോൾ കാണികളുടെ ആവേശം അണപൊട്ടിയൊഴുകി. ഓരോ തട്ടകക്കാരും തങ്ങളുടെ ഭഗവതിയെ വരവേൽക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ ക്ഷേത്രപരിസരം ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കും. ആയിരക്കണക്കിന് ചിരാതുകൾ തെളിയുന്ന വലിയ വിളക്ക് ദർശിക്കാനെത്തുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വളണ്ടിയർമാർ പാടുപെടുന്നു. ആ പ്രകാശത്തിൽ ഭഗവതിയുടെ ചൈതന്യം ഓരോ മുഖത്തും പ്രതിഫലിക്കുന്നത് മാധവൻ കൗതുകത്തോടെ നോക്കിനിന്നു. പിഷാരികാവിലെ ഉത്സവചന്തയും പ്രസിദ്ധമാണ്. പഴയകാലത്തെ വാണിജ്യ പാരമ്പര്യം വിളിച്ചോതുന്ന ചന്തയിൽ മൺപാത്രങ്ങൾ മുതൽ കളിപ്പാട്ടങ്ങൾ വരെ നിരന്നിരിക്കുന്നു. കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈപിടിച്ച് ബലൂണും മിഠായിയും വാങ്ങാൻ നടന്ന ആ പഴയ വഴികളിലൂടെ മാധവൻ വീണ്ടും നടന്നു. 4ാം ഉത്സവമായപ്പോഴേക്കും ആഘോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ക്ഷേത്രപരിസരത്ത് അരങ്ങേറി. കഥകളിയും ചാക്യാർകൂത്തും കാണാൻ കലാവേദികളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു. പാരമ്പര്യവും ആധുനികതയും ഒത്തുചേരുന്ന കാഴ്ചയായിരുന്നു അവിടെയെങ്ങും. പള്ളിവേട്ടയുടെ അന്ന് ക്ഷേത്രത്തിലെ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. ഭഗവതി നായാട്ടിനിറങ്ങുന്ന ചടങ്ങ് ഭക്തിനിർഭരമാണ്. തിന്മയുടെ ശക്തികളെ നിഗ്രഹിച്ച് നന്മയെ പുനഃസ്ഥാപിക്കുന്നതിന്റെ പ്രതീകമായി ആ ചടങ്ങു മാറുന്നു. കാളിയാട്ടത്തിന്റെ തലേദിവസം രാത്രി മാധവൻ ഉറങ്ങിയില്ല. താലപ്പൊലിയും വാദ്യവേളങ്ങളും രാത്രിയെ പകലൊളിയാക്കി മാറ്റി. ഗജവീരന്മാരുടെ തലപ്പൊക്കവും വെടിക്കെട്ടിന്റെ ശബ്ദവും കൊയിലാണ്ടി നഗരത്തെ ഇളക്കിമറിച്ചു. അവസാന ദിവസം, അതായത് കാളിയാട്ട മഹോത്സവത്തിന്റെ അന്ന് ജനക്കൂട്ടം കടൽ പോലെ ഇരമ്പിയെത്തി. വർണ്ണാഭമായ കുടമാറ്റവും പഞ്ചവാദ്യവും കാണികളെ വിസ്മയിപ്പിച്ചു. ഭഗവതിയുടെ തിരുമുടി ആറാകിനായി പുറപ്പെടുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ ഭക്തിയുടെ നനവുണ്ടായിരുന്നു. കടപ്പുറത്തേക്ക് നീങ്ങുന്ന ആറാട്ട് ഘോഷയാത്രയിൽ മാധവനും പങ്കുചേർന്നു. സമുദ്രതീരത്ത് ഭഗവതിയുടെ വിഗ്രഹം ആറാടിക്കൊള്ളുമ്പോൾ പ്രകൃതി പോലും ശാന്തമായതുപോലെ തോന്നി. പ്രപഞ്ചശക്തിയെ പ്രണമിച്ച് ഭക്തർ കടൽവെള്ളം തലയിൽ തളിച്ചു. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മടങ്ങാനുള്ള സമയമായി എന്ന ചിന്ത മാധവനെ വിഷമിപ്പിച്ചു. 8 ദിവസത്തെ ആഘോഷങ്ങൾ ഒരു സ്വപ്നം പോലെ കടന്നുപോയിരിക്കുന്നു. എങ്കിലും ഉള്ളിൽ നിറഞ്ഞ ഭക്തിയും സമാധാനവും അവന് പുതിയൊരു ഊർജം നൽകി. കൊടിയറിഞ്ഞപ്പോൾ ക്ഷേത്രമുറ്റം മെല്ലെ ശാന്തമായി. വിളക്കുകൾ അണഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അടുത്ത വർഷത്തെ വലിയ അണിഴം നക്ഷത്രത്തിനായി, വീണ്ടും ഒരു കൊടിയേറ്റത്തിനായി കൊയിലാണ്ടിക്കാർ കാത്തിരിപ്പ് തുടങ്ങി. യാത്ര തിരിക്കുമ്പോൾ മാധവൻ ഒരിക്കൽ കൂടി ഗോപുരത്തിനു നേരെ തിരിഞ്ഞുനോക്കി. ആ മണ്ണിൽ നിന്നും കിട്ടിയ സ്നേഹവും വിശ്വാസവും മുറുകെ പിടിച്ച് അവൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് മടങ്ങി. മനസ്സിലിപ്പോഴും പിഷാരികാവിലെ ചെണ്ടമേളം മുഴങ്ങുന്നുണ്ടായിരുന്നു.